കണ്ടസ്വാമി, ഞാൻ എന്ത് ചെയ്യും? സാറിനോട് പറയണോ? ഓ വേണ്ട, നാണക്കേടാ. എന്താ ഇപ്പൊ ഒന്ന് ഡേറ്റ് ഒക്കെ നോക്കി വെക്കണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല, പോയി മേടിച്ചിട്ട് വരാം. സാർ എന്താ? കുഞ്ഞിനെ നോക്കണേ, എനിക്ക് പുറത്തു പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ജോസേട്ടൻ കാണും, പറഞ്ഞാ മതി. ജോസേട്ടൻ വന്നിട്ടില്ല. വൈകുന്നേരം ആയില്ലേ, ആയോടെ കുസിനെ വിളിച്ചു പറ, അവരെന്ത് കൊണ്ടുവരും. അത് പറ്റില്ല. അതെന്താ? അത് പേഴ്സണല്ല, ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ ജോസേട്ടൻ വരുന്നത് വെയിറ്റ് ചെയ്യാം. അയ്യോ, അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം സാർ, പ്ലീസ്. പെട്ടെന്ന് പോയിട്ട് വേണം, സമയം 5 കഴിഞ്ഞിട്ടുണ്ട്. നിന്റെ ഒരു കാശ് ഉണ്ടോ? എന്റെ കയ്യിലുണ്ട്. വേഗം പോയിട്ട് വരാൻ നോക്ക്. എന്താ വേണ്ടേ? ഒരു സാനിറ്ററി പാഡ്. 85 rupees. എന്നാ ഇരുട്ടായി വരുവാണല്ലോ ദൈവമേ, ഒരു വണ്ടി പോലെ ഇതിൽ വരുന്നില്ലല്ലോ. എന്താ ഞാൻ ചെയ്യാ? നിങ്ങളോ? എന്താ സർപ്രൈസ് ആയോ? വഴിന്ന് മാറ്, എനിക്ക് പോണം. ഇല്ലല്ലോ. താൻ മാറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കും. നീ ബഹളം വെക്ക്, എത്ര ബഹളം വെച്ചാലും ഒരു പട്ടിക്കുഞ്ഞു വരെ ഇത് വരില്ല. ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോളെ. പ്ലീസ്, ഞാൻ കാല് പിടിക്കാൻ, എന്നെ വെറുതെ വിടണം. അങ്ങനെ വെറുതെ വിടാനല്ലടി ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. ഐ വാണ്ട് യു ബാഡ്ലി. നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. Listen, Eva, you can't escape from me. You know, you're fucking beautiful. Your body, oh my god, I want to taste it badly. Eva, please, just one time. After that, you can go. ഇല്ല, എന്റെ ശരീരത്തിൽ ഒരു രോമത്തിൽ പോലും ഞാൻ തൊട്ട് സമ്മതിക്കില്ല. വേണ്ട മോളെ, വെറുതെ എന്തിനാ നീ ബലം പ്രയോഗിക്കുന്നത്? അത് നിനക്ക് തന്നെ കേട്. ഞാൻ പറയുന്നത് കേട്ട് നല്ല കുട്ടി എൻ്റെ കൂടെ വാ. ഇല്ല ഇല്ല ഇല്ല, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കത്തില്ല. മാറ്. അതും പറഞ്ഞ് തന്റെ സർവശക്തിയും എടുത്ത് അവനെ തള്ളിയിടുന്നു. പെട്ടെന്നുള്ള വീഴ്ചയായതും കൊണ്ട് അവന്റെ ഉള്ളിൽ നിന്നും എഴുന്നേക്കാൻ സാധിച്ചില്ല. ഈ സമയം കൊണ്ട് ഇവ പരമാവധി അവനിൽ നിന്നും ഓടിയകലാൻ ശ്രമിച്ചു. അവൻ എഴുന്നേറ്റ് ഓടിയെങ്കിലും ഇവയെ അവന് കാണാൻ കഴിഞ്ഞില്ല. ഓ ഷിറ്റ്, അവൾ പിന്നെ രക്ഷപ്പെട്ടു. ഇല്ല എടി പുന്നാര മോളെ, ഒരു തവണയോടെ നീ എന്റെ കൈപ്പെട്ട പിന്നെ ഈ ജുവാൻ്റെ അടുത്ത് നിനക്ക് തിരിച്ചു പോക്കില്ല. ഇതേ സമയം ഇവ അല്പം ആൾത്തിരക്കുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. പെട്ടെന്ന് തന്നെ അവൾ പുറമോട്ട് തിരിഞ്ഞേക്കി. അവനെ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ അവിടെ നിന്നൊരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. അല്പസമയത്തിന് ശേഷം ഇവ വീട്ടിലെത്തിച്ചേരുന്നു. എത്തിയുടൻ തന്നെ അവൾ വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറി വാതിൽ കുറ്റിയിടുന്നു. ശേഷം അവൾ നടന്ന സംഭവങ്ങളെല്ലാം റീകാൾ ചെയ്യുന്നു. അവൾക്കതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉടനെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാ കർത്താവേ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഒരല്പസമയം വൈകിയിരുന്നെങ്കിൽ അയാൾ എന്നെ ഇല്ല, നഴ്സല്ലാതെ വേറെ ആർക്കും എന്നിലൊരു അവകാശമില്ല. ഞാനത് സമ്മതിക്കുന്നില്ല. Eva, what happened? Sir. Eva? Sorry, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. It's okay, but നീ എന്താ കരയുന്നേ? അതൊന്നുമില്ല. വെറുതെ കള്ളം പറയണ്ടേ വാ. നീ ഇവിടുന്ന് പോകുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത്? പറ. ഒന്നുമില്ല സാർ. എന്നെ വെറുതെ ദേഷ്യം പിടിക്കരുത്. എന്താണ് നടന്നത്? ഞാൻ പറയാം. How dare he? ഞാൻ എത്ര പേരോട് നിന്നോട്. ആരാവൻ? എന്റെ അനിയത്തിയുടെ ഫ്രണ്ടാ. കൂടുതലൊന്നും എനിക്കറിയില്ല. Friend my food? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോസഫ് വന്നിട്ട് പോയാൽ മതിയെന്ന്. ജസ്റ്റ് മിസ് നീ അവരെ കഴിഞ്ഞ് രക്ഷപ്പെട്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ ആരോടാ സമാധാനം പറയേണ്ടത്? നമ്മളുടെ മോളോട് ഞാൻ എന്താ പറയേണ്ടത്? ഇനി മേലെ നീ ആരോടെ ഒന്ന് പുറത്തു പോയേക്കരുത്.
എത്ര അത്യാവശ്യമായാലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ മതി. അതാ നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നു നിന്നെ. അല്ലാതെ നീ ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട. പറഞ്ഞത് കേട്ടല്ലോ. നീ പറയണ്ട, ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. റൂമിച്ചില്ല ചന്ദ്രസ്റ്റോക്ക്. Hello, sir. I want full details about him. Who, sir? എന്റെ വൈഫിന്റെ സിസ്റ്ററിന്റെ ഫുൾ ബോയ് ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. I will call, sir. ഓക്കെ. You pretty fucker. How dare you touch my girl? നീ ഏത് നരകത്തിൽ വിളിച്ച് ഞാൻ നിന്നെ കണ്ടുപിടിക്കും. I will kill you. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവ എന്താ നിനക്ക് പറ്റിയേ? എന്തിനാ പറയുന്നേ? എനിക്കൊന്നുമില്ല. ചുമ്മാ കള്ളം പറയണ്ടേ ഇവ. ഏയ് എന്താ പറ്റിയേ? ഇവ എന്താ പറ്റിയേ? വയറുവേദന. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. താൻ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഇത് പീരീഡ്സിന്റെ കുറച്ച് മാറിക്കോളൂ. ഓക്കെ, നീ ഒന്ന് റെസ്റ്റ് എടുത്തോ. ഇവ എന്താ സാർ? ഈ പെയിൻ കില്ലർ കഴിക്ക്. എന്നിട്ട് ഈ ഹോട്ട് ബാഗ് വയറിലേക്ക് വെക്ക്. വളരെ നന്ദിയുണ്ട് സാർ. നന്ദിയൊന്നും വേണ്ട. നീ എന്നെ കെയർ ചെയ്തു, ഞാൻ എപ്പോഴും നിന്നെ കെയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അല്ല, നീ ഇത് എവിടെയൊക്കെ പോന്നെ? ഫ്ലോറിൽ കിടക്കാൻ പോകുന്നു? അതെ, എന്താ? വേണ്ട, തറ കിടക്കണ്ട. വേദന പിന്നെയും കൂടും. സോ നീ വീട്ടിൽ കിടന്നാൽ മതി. അത് വേണ്ട സാർ, ഞാൻ തറ കിടന്നോളാം. I don't like to repeat, so do what I said. സാർ, ഞാൻ എന്റെ ഷെഡ് പരിശീലിച്ച് ഒന്ന് കിടക്കാൻ നോക്കടി. ഞാൻ കിടക്കാം. നീ ഇങ്ങനെ ഇവിടെ അടുത്ത് കിടന്നാലേ തറ വീഴും. കുറച്ച് നീ കിടന്നു. ഇവ നോയൽ പറഞ്ഞതനുസരിച്ച് കുറച്ച് നീങ്ങി കിടന്നു. ഇതെല്ലാം കണ്ടു നിന്ന് നോയലിന്റെ ചുടൽ ചെറു പുഞ്ചിരി തൂക്കി. അവനറിയാതെ അവന്റെ ഹൃദയം അവൾക്ക് ഇടിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നോയലിന് ഇപ്പോൾ ഇവയുള്ള പെരുമാറ്റത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അവളുടെ ഓരോ ആക്ഷൻസും അവനിൽ ന്യൂ ഫീലിങ്സ് കൊണ്ടുവന്നു. മോറോവർ അവനറിയാതെ അവന്റെ ഹൃദയം ഇവയെ അംഗീകരിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അവന്റെ കോൾഡറ ഇവയുടെ മുന്നിൽ കീപ് ചെയ്തുകൊണ്ടിരുന്നു. എഴുന്നേക്കാൻ തുടങ്ങി. ഇതെല്ലാം ഒരത്ഭുതത്തോടെയാണ് നോൾ കണ്ടു നിന്നത്. നോർ ആദ്യമേ അവനെ പപ്പ എന്ന് വിളിച്ചപ്പോൾ അവന് ലോകം കിഴക്കിയ സന്തോഷമായിരുന്നു. അവളുടെ ഓരോ പ്രവൃത്തിയും അവനിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി. നോറയുടെ നോളിന്റെ സ്നേഹം ഇവരുൾപ്പെടെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ എന്താ സാർ? ബ്രൗൺ ഷർട്ടിലേക്കാണ് ഇത് ഇട്ടത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ബ്ലൂ ഷർട്ട് അയൺ ചെയ്തേക്കുന്നത്. അത് സാറിന് നല്ല വിലച്ചേരും. ഇനി അതിട്ടാ മതി. നീ പറഞ്ഞതിലും എനിക്കറിയാം. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ ഫുഡ് എടുത്ത് വെക്ക്. ഇന്ന് എനിക്ക് നേരത്തെ പോണം. സൃഷ്ടി, നമുക്കിറങ്ങാം. പിന്നെ നീ ആയിരം വിളിക്കേ. ഞാൻ എപ്പോഴും കാർ എടുക്കാം. ആണോ? ഞാൻ പറയാം. ബേബി, അപ്പൊ പോയിട്ട് വരാം കേട്ടോ. ഇവ ഞാൻ ഇതാകുവാണേ. പോയിട്ട് വാ സാർ. വന്നിട്ട് കുറെ നേരമായടി? ഇല്ല, കുറച്ച് മുമ്പ് എത്തിയതേ ഉള്ളൂ. അച്ചടാ, ഇതാര്? എന്റെ നോറ ബേബിയോ? നമ്മളെയൊക്കെ അറിയോ? പിന്നല്ലാതെ ആദ്യം അറിയാതിരിക്കില്ല മുത്തേ. പിന്നെ എന്തിന്റെ വിശേഷം? ഒരു വിശേഷമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. നിനക്കോ? നമുക്കെന്ത് വിശേഷം? ജോലിക്ക് പോകണം, വരണം, കഴിക്കണം, ഉറങ്ങണം, അതൊക്കെ തന്നെ. എന്താ മോളെ, ഇങ്ങനൊക്കെ പോയാൽ മതിയോ? ജീവിതത്തിലേക്ക് ഒരു കൂട്ടൊക്കെ വേണ്ടേ? വേണമെന്നുണ്ട്, പക്ഷേ അതിനൊരാളെ കിട്ടണ്ടേ. അതൊക്കെ ഇരിക്കട്ടെ. നോയൽ സാർ അങ്ങനെ നിന്നോട് പഴയതിൽ വഴക്കൊക്കെ ഇടാറുണ്ടോ? അതോ മാറിയോ? കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സാർ ഇപ്പം എന്നോട് പഴയതുപോലെ ദേഷ്യപ്പെടാറില്ല. പിന്നെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയും. ആഹാ, ഒരു ഗുഡ് ന്യൂസ് ആണല്ലോ. ഞങ്ങൾ ചെയ്യാൻ നന്നായിട്ടിരിക്കട്ടെ. എന്നാ ശരി, നമുക്കിന്നെ വേറെ ദിവസം കാണാം. ബൈ. ഭാവി ചേച്ചി പോവാട്ടോ.
ബൈഡി, സൂക്ഷിച്ചു പോണേ, ചെന്നിട്ട് എന്നെ വിളിക്കണേ. ഇവ പോവാനായി തുടങ്ങുമ്പോഴാണ് അവിടെ ബാഗിലായിരുന്ന കുറച്ച് ഗേൾസ് നോയലിനെ കുറിച്ച് പറയുന്നത് കേട്ടത്. എടി, നീ നോയലിന്റെ പുതിയ വീഡിയോ കണ്ടായിരുന്നോ? ഇല്ലടി, എന്ത് വീഡിയോയാ? എ ഫാഷൻസിന്റെ ആഡ്. അതിലെ കേളിനും നോയലുവാ മെയിൻ മോഡൽസായിട്ട് നിൽക്കുന്നേ. ഇതിലെ കേളിനുണ്ടോ? ഇല്ലടി, നോയൽ അറ്റാക്കുള്ളതാ. പക്ഷെ വീഡിയോ സെറ്റാണ് മോളെ, അങ്ങനെ കൊടുക്കത്തു ലുക്ക് അതില്. ഇങ്ങനെ കിട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യം ഒടുക്കത്തെ മഞ്ചും ഇട്ട് മൂടാൻ കാശും, പിന്നെ എന്താ വേണ്ട ജീവിക്കാൻ? ഏതെങ്കിലും പണച്ചാക്കിന്റെ മോൾക്കായിരിക്കും ആ ഭാഗ്യം നോയലിനെ കിട്ടാനുള്ളത്. അല്ലാതെ നമ്മളെ പിള്ളേർക്കൊന്നും ആ ഭാഗ്യം ഇല്ലല്ലോ. എന്തായാലും നോയലിന്റെ സ്റ്റാറ്റസിനകത്തതായിരിക്കും, വല്ല നടിയോ മോഡൽസോ വല്ല ആയിരിക്കും. എടി, മിക്കവാറും നടി കേളിനില്ലേ, ആൾക്കായിരിക്കും ഭാഗ്യം. ഏറ്റവും കൂടുതൽ ഗോസിപ്പ് വന്നിട്ടുള്ളത് നോയലിനെ കേളിനെ വെച്ചിട്ടാണല്ലോ. പോടി, അതൊക്കെ ഫേക്ക് ന്യൂസാ. അല്ലെങ്കിൽ നോയൽ എപ്പോഴേ ആ ന്യൂസിനൊക്കെ റെസ്പോണ്ട് ചെയ്തേനെ. എടി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ നോയൽ എവിടെ പോയാലും ആ സ്പോട്ടിലെ കേളിനും കാണും. പിന്നെ കഴിഞ്ഞിടയ്ക്കത്തെ പാർട്ടിയിൽ അവർ രണ്ടുപേരും സെയിം ഡ്രസ്സ് ധരിച്ചത്. അതുമല്ല, ഫ്രാൻസിൽ സ്റ്റേ ചെയ്തതും ഒരേ ഹോട്ടലിലാ. ഇതെല്ലാം കൂട്ടിച്ചു നോക്കുമ്പോ എന്താ ഓ, നിനക്കൊക്കെ ഇത്രയും ബോധമില്ലാതെ ഇപ്പോ. എടി, അവര് റിലേഷനിലാണെന്ന്. റിലേഷനോ? അപ്പൊ സാറ് റിലേഷൻ ഉണ്ടോ? ഇല്ല, ചിലപ്പോ ഉണ്ടല്ലോ. അവരൊക്കെ വലിയ ആളുകളല്ലേ. അപ്പൊ സാറ് എന്നാടി ഇഷ്ടത്തിലാണോ? അതുകൊണ്ടാണോ സാറിനോട് ദേഷ്യം കാണിക്കുന്നത്? ഞാൻ സാറിന് ജീവിതത്തിൽ തടസ്സമാവുകയാണോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ട് സാറിനോട് പറയല്ലേ. അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ടിവ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോളെ, നമുക്ക് പോകാം. സാറിന്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകാനുള്ളതാ, പെട്ടെന്ന് പോവാം. ആ, ഞാൻ വരും ജസേട്ടാ. സാർ, നെക്സ്റ്റ് മന്ത് പാരീസ് വെച്ച് ഇവന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പിന്നെ എ ഫാഷനിൽ ആഡ് ഷൂട്ട് ചെയ്യണം, സാറും കേളിയും കൂടെ ചേർന്നുള്ളത്. ഓ ഗോഡ്, അവനത് പറ്റില്ലേ? നോ സാർ, നിങ്ങൾ രണ്ടുപേരും അംബാസഡേഴ്സ് അല്ലേ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഗതിക്ക് നേരത്തെ നിനക്ക് അവളെ പിടിച്ച് അംബാസഡർ ആക്കാൻ തോന്നിയത്? സോറിടാ, ആ ടൈമിൽ അവൾക്ക് ഇത്ര ക്രേസ് ഇല്ലായിരുന്നല്ലോ. പിന്നെ അവളല്ലായിരുന്നു ഇൻഡസ്ട്രിയിലെ ഫേമസ് ആക്ടറും. അങ്ങനെ പറ്റിപ്പോയതാ, നീ ക്ഷമിക്ക്. ഒരു ചെറിയ ഷോട്ടല്ലേ. ഇങ്ങനെ പോയ ഞാൻ മിക്കവാറും അംബാസഡർ സ്ഥാനം ക്രെഡിറ്റ് ചെയ്യും. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലോ എന്നെ കുഞ്ഞെ. നീ എനിക്ക് വേണ്ടി, അതും വേണ്ട, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയെങ്കിലും ചെയ്യണേ. എനിക്ക് ഗ്രൂപ്പ് എപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കണ്ടേ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യടാ. കമ്പനിക്കാരിയാണ് മാത്രമാണ് ഞാൻ അവളെ സഹിക്കുന്നത്. ഇവിടെ എപ്പോഴും ഞാൻ ചവിട്ടി പുറത്താക്കിയ സ്ഥാനത്തിന്. ഞാൻ എന്നാ പോവാ സാർ, നാളത്തെ പ്രസന്റേഷൻ തയ്യാറാക്കണം. എന്താ ചെന്നേക്ക്. എന്താ മറ്റേ ഈ വഴിയൊക്കെ? വരേണ്ടി വന്നു, എന്റെ ആവശ്യമായി പോയില്ലേ. പിന്നെ മരുമൊന്ന് കാശ് കള്ളം കൊണ്ടുപോയല്ലേ. അത് നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? അത് ഞാനല്ലേ കള്ളന്മാരെ വിട്ട് എടുപ്പിച്ചത്. എടോ, അതിന്റെ പേര് താനായിരുന്നല്ലേ. മരുന്ന് പിന്നെ പണം തന്നോ? പിന്നെ എന്നെ രജിസ്റ്റർ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയോ? എന്റെ കാര്യം നടക്കാതെ ആ പണം ഞാൻ തിരിച്ചു തരുന്ന കാര്യമില്ല. തനിക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടി ദിവയാ. അവളെ എപ്പോ എന്റെ കൈ കിട്ടുന്നു അന്ന് ഞാൻ നിങ്ങളുടെ പണം തരും. ഇല്ലേ അതങ്ങ് മറന്നേക്ക. അയ്യോ, ചങ്കിക്കുളന്ന് വർത്താനം പറയല്ലേ മാറ്റിച്ച. അവള് മറ്റൊരുത്തിന്റെ ഇനി എന്ത് ചെയ്യാനാ? എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ അവളെ ഇവിടെ കൊണ്ടുവരണം. ബാക്കി കാര്യം ഞാൻ നിൽക്കോളാം. ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചേ പറ്റൂ, ഇല്ലേ ആ പണത്തിന്റെ കാര്യം. ഞാൻ പോകുന്നു. എന്ത് ചെയ്തിട്ടാലും നമുക്ക് അവളോട് കൊണ്ടുവരണം അമ്മ. അതെ മോളെ, എന്ത് ചെയ്തിട്ടാലും അവളോട് കൊണ്ടുവരണം. ആ മോദയും ഇവിടെ ഇറങ്ങി പോയിട്ട് നമുക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? അവളെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ കൊടുക്കണം. അതായത് നമ്മുടെ കാശിനെ മേടിക്കണം. സാറ് ശരിക്കും റിലേഷനിലാണോ? അവരുടെ ബന്ധത്തിന് തടസ്സമായതുകൊണ്ടാണോ സാറിനടുത്തുള്ള ദേഷ്യം? ആയിരിക്കും. ഞാനല്ലേ കുഞ്ഞിനെ ഇവിടെ ആക്കിയത്. അതുകൊണ്ടല്ലേ സാറിനെ വാങ്ങ കഴിക്കേണ്ടി വന്നേ. വേണ്ടായിരുന്നു, ഞാൻ കാരണം സാറിനൊരു ബുദ്ധിമുട്ടായി. ഇല്ല, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ബന്ധം നിർത്തണം. സാർ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പോകണം. സാറ് വന്നോ? എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, നീ എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നേ? അത് ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചതാ. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ സാറിനും. ഓ, എപ്പം മുതലാണോ തമ്മിലിട്ട് എന്നെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി? ഞങ്ങൾ കാരണമല്ലേ സാർ ആഗ്രഹിച്ച് ജീവിതം ജീവിക്കാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ മോളെ ഇവിടെ ആക്കിയതുകൊണ്ടല്ലേ സാർ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടി വന്നത്.
എല്ലാം എല്ലാം ഞാൻ കാരണമല്ലേ? സ്റ്റോപ്പ് നോൺസെൻസ് ശിവ. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ എന്റെ കുഞ്ഞിന് ബുദ്ധിമുട്ടാണെന്ന്? പറഞ്ഞോ? ഇല്ല. ഇല്ലല്ലോ. പിന്നെ എന്തിനെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നേ? നീ മേലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് എന്നോട് പറഞ്ഞാല് അന്ന് നീ കാണും ഈ നോയുടെ ആരാണെന്ന്. ഞാൻ ആവർത്തിക്കില്ല. നീ എന്ത് നോക്കി നീക്കുവാ? ശരി, കഴിക്കാൻ കൂടെടുത്ത് വെക്ക്. ഞാൻ എടുത്ത് വെക്കാം. ഇവ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഉണ്ടാക്കണം. ചെയ്യാം സാർ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സാർ? 3 ക്ലയൻസ് വരുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് മീറ്റിംഗ് വെച്ച് ചെയ്യാന്ന് കരുതിയേക്കുന്നേ. നല്ല ടൈമിൽ റെഡിയാക്കി വെച്ചേക്കാം. എന്നാ ചെന്നേക്ക്, എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. എടാ, അവരെപ്പോഴാ വരുന്നേ? അവരെത്താറായിട്ടുണ്ട്. ഓ, അവരെത്താറായല്ലേ? എന്നാ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാവേ. ഓക്കേടാ, നീ പോയിട്ട് വാ. ഹായ് നോയൽ. ലാങ് ടൈം രാസി. സുൾമാൻ ഷാർപ്പ് ടൈമിൽ എത്താൻ പറ്റില്ല, നല്ല ട്രാഫിക് ആയിരുന്നു. ഓ, ഇറ്റ്സ് ഓക്കെ, കം ഇൻസൈഡ്. ആഷ് ഉണ്ടായിരുന്നോ? ഹൗ ഡു യു ഡു മാൻ? ഫൈൻ, വാട്ട് അബൌട്ട് യു? ഓൾവേസ് ഫൈൻ. നീ ഇവിടെ നേരത്തെ എത്തിയായിരുന്നു? സോറി നോയൽ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ട്രാഫിക് ആയിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, അവിടെ വരാൻ പറ്റായിരുന്നു. ഓ, കുഴപ്പമില്ല, നിങ്ങൾ വാ, വന്നിരിക്കൂടെ. വീഡിയോ സ്റ്റാർട്ട് ചെയ്തോ? ഞങ്ങൾ ചുമ്മാ സംസാരിക്കുമായിരുന്നു. നിങ്ങളുടെ സംസാരിക്കേ, ഞാനിപ്പോൾ വരാമേ. വെരി ഗോയിങ്. കിച്ചണിലേക്ക് പോയിട്ട് വരാം, നിങ്ങളുടെ വെയിറ്റ് ചെയ്യേ. ഇവ ജ്യൂസ് റെഡിയാണോ? അതൊക്കെ റെഡിയാണ്. അവർ വന്നോ? അവർ ഹോളിൽ ഇരിപ്പുണ്ട്. ഈ ജ്യൂസ് എടുക്കേ, ഞാൻ സ്നാക്സുമായിട്ട് വരാം. ഞാൻ എടുത്തിട്ട് വരാം. പറയാതിരിക്കാൻ വയ്യ നോയൽ, നിങ്ങളുടെ വീട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിലെ ഓരോ ഇന്ത്യൻ ഡിസൈൻസും സൂപ്പർ. ഡിസൈനെല്ലാം ആശ്വസിച്ചിരിക്കുന്നേ. എത്ര മനോഹരമായിട്ട് അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ വീട്ടിലും എനിക്ക് ഇതുപോലൊക്കെ ഡിസൈൻ വേണം. ഡിസ്കഷനൊക്കെ പിന്നെ ആദ്യം സ്നാക്സ് കഴിക്കുക. എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നല്ലേ? കൊള്ളാം. ജ്യൂസ്. താങ്ക് യു. ഇതാരാ നോയൽ? അത് എൻ്റെ കസിനാ. എന്താ വീടിൻ്റെ പേര്? ഇവ. നൈസ് നെയിം, ലൈക്ക് യു. മൈ നെയിം കെവിൻ ഫെർണാണ്ടസ്. പരിചയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ടൈം അവിടെ ലേറ്റ് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഇവ വന്ന കെവിന് എന്തോ ഇതില്ലേ? എന്തിത്? സംതിങ്. എന്തോ നിന്നെ കാണുമ്പോൾ അവൻ എന്തോ ഇളക്കമുള്ളത് എനിക്ക് തോന്നുന്നു. അവൻ്റെ ആ നോട്ടവും പിന്നെ ആ ഇരിപ്പും അതെല്ലാം എനിക്ക് അത്ര പിടിച്ചില്ല. അവൻ നിന്നെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. ചുമ്മാ ആരോടെന്നെ തോന്നിയതാ. എൻ്റെ തോന്നലൊന്നുമല്ല. അവർ വരുന്നുണ്ട്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ഇല്ല, നിങ്ങൾ കഴിക്കേ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, ഞങ്ങൾ ഇരുന്ന് കഴിക്കുമ്പോൾ താൻ മാത്രമാണ് നിൽക്കുന്നത്. താനും വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എന്താ ഇവ, എല്ലാവരും കഴിക്കാതിരിക്കുമ്പോൾ താൻ മാത്രം നിൽക്കുന്നത് എങ്ങനെ? വാ, ഇവിടെ വന്നിരിക്കേ. ഞാൻ വരാം. ഇവ, യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. തനിക്ക് മോഡലിംഗ് നോക്കിക്കൂടായിരുന്നോ? എനിക്കതിന് താല്പര്യമില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കെങ്കിലും ഇതുപോലൊരു ഹോം മെയ്ഡ് ഫുഡ് ജീവിതത്തിൽ കഴിച്ചില്ല. ഇറ്റ്സ് ഡെലീഷ്യസ്. ഇവ, താങ്ക് യു. ഇവ മാരീഡാണോ? നോയലെ, എന്തു പറ്റിയടാ? കുഴപ്പമില്ല, ഫുഡ് കുടുങ്ങിയതാ. ഈ വെള്ളം കുടിക്കേ. താങ്ക് യു. ഇവ ആൻസർ പറഞ്ഞില്ല. മാരീഡാണോ? നോ, അവൾ മാരീഡല്ല. ദാറ്റ്സ് ഗുഡ്. കെവിൻ, ഫസ്റ്റ് ഫുഡ് കഴിക്കുക, പിന്നീട് നമുക്ക് പരിചയപ്പെടാം. ഇവ, അവിടെ ഒറ്റയ്ക്കാണോ? ഞാൻ വന്നത് ഒരു താങ്ക്സ് പറയാനാ. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. താങ്ക്സ് ലവ്. എന്തിനാ താങ്ക്സ് ഒക്കെ? ഇത് ഇതിന്റെ കടമയല്ലേ? കെവിൻ, താനെന്താണ് കിച്ചണില്? ഓ, അതിനൊരു താങ്ക്സ് പറയാൻ വന്നതാ. എന്നെ എഴുതി ചേർക്കുന്നുണ്ട്. ഓ, പോകാൻ സമയമായല്ലേ? ഇവ, ബൈ.
നമുക്ക് ഒരുപാട് പരിചയപ്പെടാനൊന്നും പറ്റില്ല. ഇനി നെക്സ്റ്റ് തവണ ആവട്ടെ. നോയൽ, ഞാൻ എന്നാൽ പോവാണേ. ഇവ, ഐ ലൈക്ക് യു വെരി മച്ച്. എന്നെ ഇഷ്ടപ്പെട്ടല്ലോ. എന്തൊക്കെയാ ഇത്? അയ്യോ, സാർ എന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. നല്ല കലിപ്പില്ലാമോ കാണും പറയാ. എങ്ങനെയെങ്കിലും പോവാ, ഇല്ലേ പണിയാവും. സാർ, ഞാൻ അങ്ങോട്ട് പോവാണേ. ഓ, ഞാൻ എത്ര ധൈര്യം കൊണ്ട് എൻ്റെ മുമ്പ് വെച്ച് എൻ്റെ കൂടെ അയലാക്കി പോയാൽ ഇത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചത്. എടാ നോയലെ, നീ ഇവിടെ എന്ത് ചേച്ചി നിൽക്കുക? ഇങ്ങോട്ട് വന്നേ, അതുകൊണ്ട് ഇറങ്ങുവാ. ആ, ഞാൻ വരുവാ. ഇത് എങ്ങോട്ട് പോവാ? അവിടെ നിന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇവ, അവനിവിടെ എന്തോ ഉണ്ടെന്ന്. കണ്ടില്ലേ, ലൈക്കുന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. സോ വാട്ട്? ആ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നീ എന്ത് ഉദ്ദേശിച്ചിട്ടാ ഇവിടെ മാരില്ലെന്ന് പറയുന്നത്? അത് ചുമ്മാ ഒരു ഫണ്ടിന്. ഫണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മാരിഡില്ലെന്ന് പറഞ്ഞതേ ഹസ്ബൻഡിന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ആ മോൻ കണ്ടില്ലേ, അവൻ നല്ല ജലസായിട്ടാ പോയിരിക്കുന്നത്. ഒന്ന് പോയേട്ടാ, സാറ് കേൾക്കണ്ട, കേട്ടാൽ അറിയാലോ. ഞാൻ പോവുക, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. നീ അവിടെ നിന്നേ. എന്താ സാർ? ഇനി മേല ഒക്കെ മിണ്ടിപ്പോയിക്കരുത്. മിണ്ടുന്നവരെ ഞാൻ കണ്ടോ? അതെന്താ? എനിക്കിഷ്ടമാണ് നീ ആരോട് മിണ്ടുന്നത്. അതല്ല, നിനക്ക് അനുസരിക്കാൻ പറ്റില്ലെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറ. ഞാൻ മിണ്ടില്ലേ നീ? നീ അത് നോക്കി നീക്കുവാ. ശരി. എന്ത് ലാഭിത്. ഒന്ന് പോയി ഫ്രഷ് ആയേക്കാം, അതായിരിക്കും നല്ലത്. ഓ, സോറി, ഞാൻ കണ്ടില്ല. എന്റെ ഇവ നിനക്കൊന്ന് ഡോർ ലോക്ക് ചെയ്തിട്ടായിരുന്നു. ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? എനിക്ക് വയ്യ, അയ്യോ എനിക്ക് വയ്യ. എന്നെ കൊണ്ട് തോറ്റ്. എങ്ങനെയാണ് മുഖത്ത് നോക്കും? നാളെ കിട്ടല്ലോ. നാളെക്കേടാ? ഏയ്, എന്ത് നാളെക്കേടാ? എന്റെ റൂമല്ലേ, എന്റെ ബാത്റൂമല്ലേ? അവളിലേക്ക് കുറിച്ച് ഞാൻ കണ്ടതും പറഞ്ഞത് എന്ത് നടക്കാനാ? ഇതിന്റെ റൈറ്റ്സ് അല്ലേ? നോക്കിയെന്നും പറഞ്ഞോണ്ട് ഏയ് നടക്കണമെന്നില്ല. ഇത് സ്വാഭാവികല്ലേ? ഞാനിപ്പം നോക്കിയെന്നും പറഞ്ഞിട്ടെന്താ ഒന്നും സംഭവിക്കാനില്ല. ഞാൻ എന്താ കാണിക്കുന്നേ? ഷീസ് മൈ വൈഫ്. ഏയ് കുഴപ്പമില്ലായിരിക്കല്ലേ? ഓ, എനിക്ക് പറ്റുന്നില്ല. ഇല്ല, കണ്ടാൻ ഒന്നുമില്ല നിനക്ക്. അവള് ഇറങ്ങാറായി തോന്നുക. ഇവ ഞാൻ അറിയാതെ കയറിയതാണേ. സോറി, ഞാനൊന്നും കണ്ടില്ലല്ലോ. സോറി. അത് കുഴപ്പമില്ല. ഞാൻ പോവാ, എനിക്ക് കുളിക്കണം. സാറിന്റെ ഒരു കാര്യം. ഇവ നിനക്ക് ഫോണില്ലേ? ഉണ്ടല്ലോ സാർ, ആ ടേബിളിൽ ഇരിക്കുന്നതാ. ഇത് ഓൾഡ് ഫാഷൻ ആണല്ലോ. ഇതൊക്കെ നീ എപ്പോഴും യൂസ് ചെയ്യുവോ? എനിക്കിതൊക്കെ തന്നെ ധാരാളം. എനിക്കൊന്ന് വിളിക്കാനല്ലേ, അത് ഇത് മതി. ഓക്കെ.